ഇനി നമുക്ക് നോക്കാനുള്ളത് മാസ്റ്റോഡൈറ്റീസ് ആണ്. മാസ്റ്റോഡൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റോഡ്സ് പ്രോസസ്സിൻ്റെ ഇൻഫെക്ഷനെയാണ് നമ്മൾ മാസ്റ്റോഡൈറ്റീസ് എന്ന് പറയുന്നത്. ഈ ഡിസീസസ് മെയിൻ ആയിട്ട് കാണുന്നത് നമ്മുടെ ഒക്ടൈറ്റസ് മീഡിയയിൽ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന കേസിലാണ്. ഈ മാസ്റ്റോഡൈറ്റീസ് കൂടുതലായി കാണുന്നത് ഇവിടെയാണ്. സോ മാസ്റ്റോഡൈറ്റീസ് എന്താണെന്നും അതിൻ്റെ കോസസ് എന്താണെന്നും മനസ്സിലായില്ലേ? ഇനി മൈറിങ്ടോണമി ചെയ്യുകയാണെങ്കിൽ പെയിൻ റിലീവ് ആകില്ല. മാസ്റ്റോഡൈറ്റീസ് സ്പെഷ്യലായിട്ടുള്ള സെപ്പറേറ്റീവ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇനി മാസ്റ്റോഡൈറ്റീസ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. അസസ്മെൻറ്റിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് സ്വെല്ലിംഗ് ബിഹൈൻഡ് ദ ഇയർ ആൻഡ് പെയിൻ. നെക്സ്റ്റ് സെല്ലുലൈറ്റ്സ് ഓവർ മാസ്റ്റോൾ പ്രോസസ്, റെഡ്നെസ്, ഡൾ, തിക്ക് ഇമ്മൊബൈൽ ലിംഫാറ്റിക് മെംബ്രെയിൻ. പിന്നെ ജനറലായിട്ട് ഉള്ളത് ലോ ഗ്രേഡ് ഫീവർ കാണാറുണ്ട്, മലൈസ് കാണാറുണ്ട്, പിന്നെ അനോറക്സിയ കാണാറുണ്ട്. സോ ഇത്രയുമാണ് അസസ്മെൻറ്റിൽ ഉള്ളത്. എല്ലാ സിംറ്റംസും കാണും എന്നല്ല, ചില സിംറ്റംസ് കാണുന്നതാണ്. ഇനി മാസ്റ്റോഡൈറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോംപ്ലിക്കേഷൻസിൽ ഫസ്റ്റ് വരുന്നത് ഡാമേജ് ടു അബണ്ടൻസ് ആൻഡ് ഫേഷ്യൽ നെർവ്സ്. അപ്പോൾ നമുക്ക് ലാറ്ററൽ ആയിട്ടുള്ള ഐ മൂവ്മെൻറ്റ്സ് ഒന്നും പറ്റാതെ വരും. മൗത്ത് ഡ്രോപ്പിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് മെനിഞ്ചൈറ്റിസ്. ഇത് കാണാറുണ്ട്. കോംപ്ലിക്കേഷൻസ് ആയിട്ട് പിന്നെ വരുന്നതാണ് ബ്രെയിൻ ആക്സസ്, ക്രോണിക് പുർലൻറ്റ് ഓട്ടൈറ്റിസ് മീഡിയ, വേർട്ടിഗോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർവെൻഷൻസ് ആണ്. മാസ്റ്റോഡക്ടമി ആണ് ചെയ്യുന്നതെങ്കിൽ അതൊരു സിമ്പിൾ ഓർ മോഡിഫൈഡ് ആയിരിക്കാം. മാസ്റ്റോഡക്ടമിയിലൂടെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സർജറിയാണ് ടിംപാനോപ്ലാസ്റ്റി. നമുക്ക് നോർമൽ ഹിയറിംഗ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഒരു മെത്തേഡായിട്ടാണ് ടിംപാനോപ്ലാസ്റ്റി ചെയ്യുന്നത്. നമ്മുടെ ടിംപാനിക് മെംബ്രെയിൻ്റെയും അതുപോലെ തന്നെ ബോണി ഓസിൽസിൻ്റെയും റിപ്പയറിംഗ് ആണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നമുക്ക് നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് കെയർ നമുക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ സർജറി പോലെ തന്നെ ക്ലയൻസ് എഡ്യൂക്കേഷൻ നൽകണം. പിന്നെ ഇയർ ഇൻസുലേഷൻസും ഒക്കെ ചെയ്തിരിക്കണം. അതൊക്കെയാണ് പ്രീ ഓപ്പറേറ്റീവ് സർജറിക്ക് മുമ്പായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മോണിറ്റർ ഫോർ ഡിസീസസ്, അതായത് ഡിസീസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതിനായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. പിന്നെ പൊസിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സൈഡ് ലൈൻ പൊസിഷൻ ആയിരിക്കണം. പിന്നെ എഫക്റ്റഡ് സൈഡ് ഓൾവേസ് ടു ബി അപ്പ്. പിന്നെ 24 hours കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് നൽകുക. അതുപോലെ തന്നെ ആംബുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഫാലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ സ്റ്റിഫ് നെക്ക് ആൻഡ് വോമിറ്റിംഗ്, ഈ 2 സിംറ്റംസ് ആണ് മെനിഞ്ചൈറ്റിസിൽ കാണുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻസിൻ്റെ ഡ്രസ്സിങ് നമ്മൾ 24 hours കഴിയുമ്പോൾ ഒന്ന് മാറ്റണം. എന്നിട്ട് ഇൻസെഷൻ സൈറ്റ് നമ്മൾ നന്നായി എക്സാമിൻ ചെയ്യണം. അതുപോലെ ക്ലയൻറ്റ് എഡ്യൂക്കേഷൻ ടൈമിൽ പറയുക, ഹിയറിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റി അവയർനെസ് നൽകുക. പിന്നെ ടിംപാനിക് പ്ലാസ്റ്റി എന്തെങ്കിലും ഗ്രാഫ് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഡിസ്ലോഡ്ജ്ഡ് ആയി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്ത് ലൈൻ പ്രൊവൈഡറിനെ അറിയിക്കുക. അപ്പോൾ ഇത്രയുമാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.